കൊമേഴ്സ് എച്ചിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ബികോം വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലെ കമ്പനി അഡ്മിനിസ്ട്രേഷന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. കമ്പനി അഡ്മിനിസ്ട്രേഷന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ആവർത്തിക്കുന്നില്ല. ഇനി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് അല്ല പറയുന്നത്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മൾ EDP ഇട്ടപ്പോഴും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രം പഠിച്ചാൽ മതിയോന്ന്. അങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. കാരണം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇത് കമ്പനി അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ലോ ഒക്കെയാണ്, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിനകത്ത് 1 മാർക്കിനും 2 മാർക്കിനും വരാൻ ഒരുപാട് ഏരിയാസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഒരുപാട് ടേമുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഒന്ന്, 1 മാൻ കമ്പനി എന്താണ്, അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ്. ഈ വൈൻഡിങ് അപ്പ് ഒക്കെ 4 മാർക്കിനും 15 മാർക്കിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഉണ്ട്, ഇതൊക്കെ 4 മാർക്കിനും 15 മാർക്കിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ സ്മാൾ കമ്പനി എന്താണ്, ടൈപ്സ് ഓഫ് കമ്പനിയുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് കമ്പനിയുടെ ഒരു ഏരിയ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, അതിനെ പല രീതിയിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിൽ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്, ഗവൺമെൻറ് കമ്പനി എന്താണ്, ഇതെല്ലാം 1 മാർക്കിനും 2 മാർക്കിനും സെപ്പറേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ടേബിൾ A എന്താണെന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ടേബിൾ A ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആരാണ് പ്രൊമോട്ടറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പ്രൊമോട്ടർ ആരാന്നുള്ളത് നോക്കുക. ദെൻ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നുള്ളത് നോക്കുക. ഓഡിറ്റ് കമ്മിറ്റിയൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു കമ്പനി അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റിൽ. അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കോറം ഫോർ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിൻ്റെ കോറം എത്രയാണ്, എത്ര പേര് പങ്കെടുത്ത ആ മീറ്റിംഗ് വാലിഡ് ആവും, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ റീമെറ്റീരിയലൈസേഷൻ എന്താണെന്ന് നോക്കുക. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ ഫോമിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നു, കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് റീമെറ്റീരിയലൈസേഷൻ വരുന്നത്. എന്താണ്, ഇലക്ട്രോണിക് ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ നമ്മൾ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു. ഈ 2 ടേം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കുക. ബുക്ക് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ബുക്ക് ബിൽഡിംഗ് എന്താണെന്നുള്ളത് 1 മാർക്കിനും 2 മാർക്കിനും നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ് സിറ്റ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ്, CG എന്ന് മാത്രം ചോദിക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം സെക്രട്ടറിയൽ ഓഡിറ്റും നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും അല്ലെങ്കിൽ സെക്രട്ടറിയൽ ഓഡിറ്റിനെ പറ്റി 4 മാർക്കിനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ റെസിഡന്റ് ഡയറക്ടർ ആരാന്നുള്ളത്, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യനിൽ ഈ റെസിഡന്റ് ഡയറക്ടർ ആരാന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഏരിയ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഇത്രയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യില്ല, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇനി 4 മാർക്കിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, സ്പെഷ്യൽ പ്രിവിലേജ് ടു പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ടെസ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ 1 പേഴ്സൺ കമ്പനി
എന്താണ്, 1% കമ്പനിയുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈൻഡിങ് അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം വൈൻഡിങ് അപ്പിൽ നിന്ന് 1 മാർക്കിനും 4 മാർക്കിനും 15 മാർക്കിനും ചോദിക്കാൻ വരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈൻഡിങ് അപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളത് ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് കൂടുതലായിട്ടും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇനി വരുന്നത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ 15 മാർക്കിന് പറയുന്ന ക്വസ്റ്റ്യൻസ് 15 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ പോലും 4 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പറയും ആകെ 4 ക്വസ്റ്റ്യൻ അല്ലേ 15 മാർക്കിന് ചോദിക്കുന്നത്, ഇത്രയും പഠിക്കണമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് 4 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിലൊന്നാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് വരാൻ സാധ്യതയെങ്കിൽ ഉറപ്പായിട്ടും അതിൽ 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഫീച്ചേഴ്സ് ഓഫ് കമ്പനി എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ ക്ലോസസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. നിങ്ങൾക്ക് അറിയാലേ MOA എന്ന് എഴുതിയാലും അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതിൻ്റെ ചോദിക്കാം, അതിൻ്റെ ക്ലോസ് എന്താണെന്നുള്ളത് ചോദിക്കാം. അത് 15 മാർക്കിന് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഏതൊക്കെയുണ്ട്, കമ്പൽസറി വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്, വൈൻഡ് അപ്പ് ബൈ ട്രിബ്യൂണൽ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിൻ്റെ കണ്ടന്റും, ഇതും കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് പിന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് കമ്പനി പഠിക്കാനുണ്ട്, അല്ലെ കൈൻഡ് ഓഫ് കമ്പനി, ഏതൊക്കെ രീതിയിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യും അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ വരുന്നത് ലിക്വിഡേറ്റേഴ്സിൻ്റെ പവറും ഡ്യൂട്ടീസും എന്താണെന്നുള്ളത്. ഇതും എപ്പോഴും essay ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ, അതുപോലെ തന്നെ വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ. ഈ ക്വസ്റ്റ്യൻസ് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാളുടെ പവറോ ഡ്യൂട്ടിയോ ചോദിക്കാറ് സാധ്യതയുണ്ട്. ദെൻ വരുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓർ ഫേസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് അല്ലെ ഫേസസ് എന്തൊക്കെയാണെന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പനി നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടറും പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്ററും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പോൾ ഇത്രയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സിനെ പറ്റി. അപ്പോൾ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ 50 സ്റ്റുഡൻസിനാണ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഓഫറിലൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്